അയാളെ പിടിച്ചു കൊണ്ടുപോയെങ്കിൽ അയാളെ വെറുതെ വിട്ടു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷെ അതൊരിക്കലും ശരിയല്ല. കാരണം ഇനി വിട്ട സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ ആളുകളെ ആക്രമിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആളെ ശരിയായിട്ട് എവിടെയാണ് പാർപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി പാർപ്പിക്കുക. ജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പോലീസ് അതിൽ നിയമപരമായ നീക്കങ്ങൾ നടത്തണം. ഇയാള് നാളെ കയ്യിൽ വരുന്ന കത്തിയാണ്. ഇയാൾ അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് എന്തും കാണിക്കാവുന്ന സാഹചര്യത്തിൽ കത്തിയും കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കൊടുവാള് പോലത്തെ വാള് കൊണ്ടുവന്നിട്ട് വെറുതെ ഒന്ന് വീശി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളും അയൽവക്കത്തെ കുട്ടികളും എല്ലാവരും ഞങ്ങൾ ഒരേ വീട് പോലെ കഴിയുന്ന ആ ഒരു ഏരിയയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തീരെ ബുദ്ധിമുട്ടായിട്ട് മാറും. അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം സെന്റ് ജെയിംസ് അക്കാഡമിയുടെ അടുത്തായിട്ട് വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു യുവതിയെ ഒരു അതിഥി തൊഴിലാളി യാതൊരു പ്രകോപനമില്ലാതെ വന്നൊരു വടി കൊണ്ട് തുരുതുരടിക്കുകയാണ്. ഈ യുവതിയുടെ ഒച്ചയും ബഹളവും കരച്ചിലൊക്കെ കേട്ട് തൊട്ടടുത്ത് ഉള്ള വീട്ടിലെ ഗൃഹനാഥൻ, അവിടെ നിന്ന് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഗൃഹനാഥൻ വന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അയാളെയും ക്രൂരമായിട്ട് തല്ലുകയാണ് ഈ അതിഥി തൊഴിലാളി. അതിനുശേഷം പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു ഈ അതിഥി തൊഴിലാളിയെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ പിന്നീട് അറിയാൻ സാധിച്ചത് ഈ അതിഥി തൊഴിലാളിക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ പരാതികളൊന്നും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിഥി തൊഴിലാളിയെ പറഞ്ഞു വിട്ടു. ഇതിലുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ യുവതിയുടെ മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ നിറയെ മുഴകളാണ്. അത്രയേറെ ക്രൂരമായി അടിച്ചിട്ടുണ്ട്. ഈ ഗൃഹനാഥനും തല്ലിയിട്ടുണ്ട് നെറ്റത്. ഇയാൾ കൊരട്ടിയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ കൊണ്ടുവന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഇവിടെ പോലീസ് സംവിധാനങ്ങളോ മറ്റോ വിട്ടു എന്നാണ് പറയുന്നത്. ഇതിന് ശേഷം ഇവിടെ ഈ പരിസരങ്ങളിലൊക്കെ തന്നെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈ യുവതിയെ ആക്രമിക്കുന്നത്. ഇപ്പോൾ അയാൾ എവിടെയാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, നാളെ ഇവിടേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ ഇയാൾ വടിക്ക് പകരം ഒരു ആയുധവുമായിട്ടാണ് കടന്നില്ലെങ്കിൽ, ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുകയാണെങ്കിൽ, അത് വേറെ വല്ല കൊലപാതകത്തിലേക്കോ വല്ല സംഗതിയിലേക്കോ പോവുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ നാട്ടിലൊക്കെ പല മാനസികമായിട്ട് അസ്വസ്ഥതകളുള്ള പല ആളുകളുമുണ്ട്. പക്ഷേ അവരെ എന്താണ് ചെയ്യുക? കുടുംബാംഗങ്ങളുള്ളവർ അവരെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളിലേക്ക് മാറ്റും. ഇനി പൊതുവായിട്ട് വലിയ അക്രമാസക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ സംവിധാനങ്ങൾ അതിലിടപെടും. തീർച്ചയായിട്ടും ചാലക്കുടി നഗരസഭ ഭരണ സംവിധാനങ്ങൾക്ക് അതോടൊപ്പം പോലീസ് സംവിധാനങ്ങൾക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ ഉത്തരവാദിത്തമുണ്ട്. ഇന്നലെ അയാളെ എവിടെയോ വിട്ടു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. എവിടെയാണെന്ന് അറിയില്ല. ആ പോകുന്ന സ്ഥലത്തും ഇതേ രീതിയിലുള്ള പരിപാടികൾ ചെയ്യുകയാണെങ്കിലോ, അല്ല ഇനി ഇവിടേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിലോ? ആളുകൾക്ക് സ്വല്പം ഭയമുണ്ട്. അവിടുത്തെ വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് ആ ഗൃഹനാഥൻ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളും പങ്കുവച്ച സംഭവം ഇത് തന്നെയാണ്. ഇത്തരത്തിലുള്ള മാനസിക അസ്വസ്ഥമുള്ള ആളുകൾ അക്രമാസക്തമായി കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ കുട്ടികളാണോ സ്ത്രീകളാണോ എന്നൊന്നുമില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ലഹരി അകത്ത് എന്നുണ്ടെങ്കിൽ അവരെന്താ കാണിക്കണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്ത് കാണിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമത്തിൻ്റെ മുന്നിൽ അറിയാലോ. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ പട്ടണത്തിൻ്റെ ഒരു തെരുവീതികളിലും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇങ്ങനെയുള്ള ആളുകൾ, ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തരായ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അതുമായി ബന്ധപ്പെട്ട് ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും സംവിധാനങ്ങൾ തയ്യാറാകണം. അതല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അവൻ്റെ കയ്യിലിരിക്കുന്ന വടി വെച്ച് അടി കഴിഞ്ഞു. എന്നെയും തല്ലി. അപ്പൊ നമ്മൾക്ക് ഇത് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കേണ്ട സാഹചര്യത്തിൽ ഇവിടേക്ക് ആരെയൊക്കെ ഈ മൂലക്കിലേക്ക് വന്നു പോകുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വൈകുന്നേര നേരങ്ങളിൽ നമ്മൾ കഴിച്ചുകൂടി പോകുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതിനും നമുക്ക് ഇങ്ങനെയുള്ള മാനസികമായിട്ട് വിഭ്രാന്തിയുള്ള ആൾക്കാരെ പാർപ്പിക്കാൻ ശക്തമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അതിലേക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നായാലും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്നായാലും നടപടി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇത് ഭംഗിയായിട്ട് ഒരു നാട് അല്ലെങ്കിൽ ആ ഏരിയ ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ.